ഹായ്, ഞാനിപ്പോ ഉള്ളത് നമ്മുടെ പനമ്പള്ളി നഗറിലുള്ള പോഷ് ഡ്രൈവിലാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴേക്കും ഒരുപാട് വെറൈറ്റി കാർസ് ഒക്കെ എന്നെ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അകത്ത് പോയിട്ട് എങ്ങനെയാന്ന് നോക്കാം. കമോൺ. ഹായ് സർ. അപ്പൊ ഇവിടെ വന്നപ്പോഴേക്കേ ഒരുപാട് വെറൈറ്റി കാർസ് ഒക്കെ എന്റെ കണ്ണിൽ പെട്ടു. സർ, ഏതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാറിന്റെ കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാമോ? നമുക്ക് ഈദ് മുബാറക് അതൊരു വിഷുവൊക്കെ വരുന്നതുകൊണ്ട് ഒരുപാട് പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരു യങ്സ്റ്റർ ആയതുകൊണ്ട് BMW X1 അതല്ല, നിങ്ങൾക്ക് ഒരു പെർഫോമൻസ് ആണ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്രേസ് ഉണ്ടെങ്കിൽ M340i മോഡലാണ്. ഓ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണല്ലോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. അത് മാത്രമല്ല, ഇതില് സിംഗിൾ ഓണർഷിപ്പില് ഏകദേശം ഒരു 4500 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് 2022 മോഡലാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല പവർഫുള്ളും അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ്. അതൊരു നിങ്ങളൊരു യങ്സ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് 0 to 100 ആണെങ്കിൽ ഒരു 4.4 സെക്കൻഡ്. അപ്പൊ നമുക്ക് കണ്ടാലോ? ഇതിന്റെ അകത്തെ ഇന്റീരിയറൊക്കെ കണ്ടു നോക്കിയേ, ഇയാളെ നിമൊന്ന് കണ്ടു നോക്കി. അകത്തെ ഇന്റീരിയറൊക്കെ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഇന്റീരിയറും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. നല്ലൊരു അതെ പറയാനായിട്ടാണെങ്കിൽ സാധാരണ നമ്മൾ റോഡിൽ കൂടി പോകുമ്പോ ഇങ്ങനെ ഈ സൗണ്ട് ഉണ്ടാക്കി പോണ ഇത് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ നന്നായിട്ട് കാർ ഡ്രൈവ് ചെയ്യൂലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പറ്റിയ വണ്ടിയാണ്. വേറെ ഒന്നുമല്ല, ഇത് നമുക്ക് ആക്സിലേറ്റർ കൊടുക്കണ മാത്രമേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. വണ്ടി ജമ്പ് ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. കാരണം ഏതൊരു യങ്സ്റ്റേഴ്സിന്റെയും ഒരു ഡ്രീം വെഹിക്കിളാണ് M340i എന്ന് പറഞ്ഞ വേരിയന്റ്. അപ്പൊ ഇത് കിട്ടാൻ ഭയങ്കര പാടാട്ടോ. അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് CPU മോഡലാണ്. ഇത് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 3 to 6 months വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുപോലെ തന്നെ ഇത് എക്സ്ക്ലൂസീവ് മോഡലാണ്. ഇത് നമുക്ക് കേരളത്തില് വളരെ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളും ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതാണ് ഇതിന്റെയൊക്കെ പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0 to 100 വെറും 4.4 സെക്കൻഡ്. അപ്പൊ അത്ര നല്ല പവർഫുൾ വെഹിക്കിളാണ്. അപ്പൊ എന്തായാലും ഇത് ഇനിയിപ്പോ നോക്കും. ഇഷ്ടായി, ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് നല്ലതാണ്. ഇന്റീരിയർ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ഇന്റീരിയർ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. നല്ല നല്ല രസമുണ്ട്. നല്ല കളറാണ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. അതെ, ബ്ലാക്ക് ആണ് എനിക്കൊന്ന് കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. ഈ ബ്ലാക്ക് ഇന്റീരിയർ ആണ്. നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു ലക്ഷറി ഫീൽ ആണ് എനിക്കിപ്പോ തോന്നുന്നത്. ഇതിലെന്താ കാര്യം വെച്ചാലേ, ഇന്റീരിയർ ബ്ലാക്ക് ആയാലും നമുക്കിപ്പോ പെട്ടെന്ന് അഴിച്ചിരിക്കില്ല. ഒരു കാര്യമുണ്ട്. പിന്നെ ഒരു സ്പോർട്ടി ലുക്ക്, അതാണ് ഈ ഇന്റീരിയറിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് അടുത്ത കാർ കാണിച്ചു തരാം. നമുക്ക് ഇലക്ട്രിക് കാർ ഇഷ്ടമാണോ? ഇലക്ട്രിക് കാർ ഉണ്ട്. ഇത് തന്നെ തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ട്. ഇങ്ങോട്ട് ഇത് ഇലക്ട്രിക് കാറാണ്. ഇലക്ട്രിക് കാർ എന്ന് പറഞ്ഞാൽ ഓഡിയുടെ e-tron എന്നുള്ള വേരിയന്റ് ആണ്. ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ലെവലാണ്. അതായത് ഒരു ബിസിനസ് ക്ലാസ് ഉള്ള ആൾക്കാരൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒന്നാമത്തെ വെച്ചാൽ ഭയങ്കര സ്പേഷ്യസ് ആണ്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ഇലക്ട്രിക് കാറിന്റെ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സമാധാനപ്രിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്താലും അറിയില്ല, സൗണ്ടോ കാര്യങ്ങളോ. അതിനെ ഏറ്റവും നല്ലൊരു കാര്യമാണ്, നോയ്സ് ഇല്ലാണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുക എന്നുള്ളത്. അതെ. പിന്നെ രണ്ടാമത്തെ ദിവസം എയർമാറ്റിക് സസ്പെൻഷൻ ആണ്. പിന്നെ ഇത് മെട്രിക്സ് എല്ലാം കുറെ പാക്കേജസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്യുന്നത് ഭയങ്കര ഫിസിബിലിറ്റിയാണ്. പിന്നെ അതുകൂടാണ്ട് ഇതിന്റെ പെർഫോമൻസ്, അതായത് ഇത് ശരിക്കും 8 വർഷം വരെ വാറന്റി ഉണ്ട് ഇതിന്റെ ബാറ്ററി. 8 വർഷം വരെ ബാറ്ററി. അപ്പൊ അതില് നമുക്ക് ഇതിൽ പിന്നെ ഒരു പ്രാവശ്യം നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു നോർമൽ ഡ്രൈവ് ചെയ്യണ സമാധാനപ്രിയപ്പെട്ടായിട്ടുള്ള ആൾക്കാർ, അത് റാഷ് ഡ്രൈവ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് 265 to 565 വരെ നമുക്ക് ഒറ്റ ചാർജിൽ നമുക്ക് പോവാം. അതായത് നമുക്ക് വിട്ട് വാണ്ടറൊക്കെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റും. ഒറ്റ ചാർജ് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പൊ അതുപോലെ ഇതിന്റെ കംഫർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലോകത്താണ്. ലക്ഷറിയുടെ അങ്ങേറ്റം എന്നൊക്കെ പറയാം. ഇലക്ട്രിക് കാറിൽ അങ്ങേറ്റം ഞാൻ കണ്ടുതരാം. പിന്നെ ഇന്റീരിയർ അതുപോലെ തന്നെ ഇതിന്റെ എന്താ പറയാ
പിന്നെ ഒരു സെക്കൻഡ് ഞാൻ കീ ഒന്ന് ഇട്ടേക്കാം. അവ കീ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കീ. ഇത് കണ്ടോ? ഈ കീ തന്നെ കാണുന്നത് ഭംഗിയാണ്. നല്ല രസമുണ്ട്. ഇയാൾ തന്നെ അൺലോക്ക് ചെയ്ത് ഇതാണ് അൺലോക്ക് മുറ സ്വിച്ച്. ഇതാണ് അതെ കിട്ടിയില്ലേ? ഇത് അതാ ഇത് വേറൊരു ലെവൽ കാറാണ്. ഇതുകൊണ്ട് അടിയിലേക്ക് നോക്കി. അടിയിലേക്ക് കണ്ടോ? അടിയിൽ കണ്ടോ? ഇതിനെ തുറക്കുമ്പോ തന്നെ കണ്ടോ ഈ ഡ്രോൺ പറഞ്ഞത്. ഇത് തന്നെ ഇത് രാത്രി തുറക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ടല്ലോ ഈ വണ്ടിയുടെ ഏതാണ് അതൊക്കെ ഇങ്ങനെ റോട്ടിലേക്ക് എഴുതി കാണിക്കും. നല്ല രസമാണ്. ഒന്ന് കയറി നോക്കി. ഇതിൽ ഇന്റീരിയർ കാണാൻ തന്നെ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ. ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഒരു ഇന്റീരിയർ ആണ് അല്ലേ? ഒന്ന് വെറുതെ ഒന്ന് നമുക്ക് ഒന്നുണ്ടല്ലോ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ അതാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിച്ച്. അതെ അതെ. ഇതിന് ബ്രേക്കിൽ കാലപ്ലേ. ബ്രേക്കിൽ ഇതാണ്. ബ്രേക്കിൽ കാലപ്ലേ കടം വണ്ടി സ്റ്റാർട്ടായി. ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട്. ഇപ്പൊ നമ്മൾ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അതിന്റെ സൗണ്ട് പോലും അറിയില്ല. ഇതിന് വ്യത്യസ്തമായിട്ടുള്ള ആംബിയൻസ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഇത് വെറുതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതാണ് അതിന്റെ ഡ്രൈവ് സെലക്ട് ചെയ്യുന്നത്. ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാൻ പറ്റും അല്ലേ? അത് തന്നെ എനിക്ക് ഭംഗിയാണ് നോക്കി. അതാണ് പ്രസ് ചെയ്തിട്ട് നേരെ ഡി എന്ന് പറഞ്ഞതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മാത്രം മതി. വണ്ടി ആക്സിഡന്റ് കൊടുത്തു കഴിഞ്ഞാൽ പറക്കും നിങ്ങൾക്ക്. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്പീഡ് പോലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഫ്ലൈറ്റിലൊക്കെ കയറൂലേ ഒരു ഫ്ലൈറ്റിൽ പിന്നെ സൗണ്ട് ഉണ്ടാവില്ല. അത്രക്ക് അടിപൊളിയാണ് ഇത്. ഈ മോഡലിനെ പറ്റി പറയാനാണെങ്കിൽ ഇതും 2022 മോഡലാണ്. 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. KL7 ആണ്. പിന്നെ ഫാൻസി നമ്പർ 9999 എന്ന് പറഞ്ഞ ഫാൻസി നമ്പർ ആണ്. ഇവിടെ എറണാകുളത്ത് ഒരു 9999 ഫാൻസി നമ്പർ എടുക്കണതിന് അത്യാവശ്യം പൈസ കിട്ടും. കൂടുതൽ ഇഷ്ടം. പിന്നെ അത് മാത്രമല്ല ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ പുതിയ ബ്രാൻഡ് ന്യൂന് ആണെങ്കിൽ നമുക്കൊരു 1.5 കോടി രൂപ, അതായത് 1,50,00,000 ആണ് വില. പിന്നെ ബ്രാൻഡ് ന്യൂ വന്നത് ഇത് നമ്മൾ ഇപ്പൊ 95 lakhs ആണ് ആസ്ക് ചെയ്യുന്നത്. ഒരു 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. അപ്പൊ ഇത് എടുക്കുന്നവർക്ക് എന്തുകൊണ്ടും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആയിരിക്കും. പിന്നെ എന്നിട്ട് മെയിനായിട്ട് കാശ് പോകില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നമുക്ക് ഞാൻ ഇപ്പൊ എന്തായാലും ഇന്നിപ്പോ നമുക്ക് M345 ഒന്ന് ഡ്രൈവ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോ ഞാൻ എന്തായാലും ഇപ്പൊ നമുക്ക് ധൃതി പിടിച്ചിരിക്കണല്ലേ, നെക്സ്റ്റ് ടൈം ഞാൻ ഡ്രൈവ് തരാം. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഷോറൂം ഒക്കെ വളരെയധികം നന്ദിയുണ്ട്. അപ്പൊ ഇനിയും വരൂലേ? ഓ ഷുവർ. ഇനി എന്തായാലും പുതിയ കളക്ഷൻസ് ഒക്കെ കാണാൻ വരും. അതെ അതെ. ഇത് ഈ 2 കാർ മാത്രമല്ല കേട്ടോ, നമുക്ക് 15 കാർസ് സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ നമ്മുടെ ഷോറൂമിൽ ഇപ്പൊ ഒരു കുറച്ച് കാറ് നമ്മളിപ്പോ ഡിസ്പ്ലേ എടുത്തുള്ളൂ. പക്ഷെ നമ്മുടെ പോസ്റ്റ് ഡ്രൈവിന്റെ അണ്ടറിൽ ഇപ്പൊ 15 കാർസ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾ ഏത് ലക്ഷറി കാർ പ്ലാൻ ചെയ്യാൻ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ കസിൻസിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോസ്റ്റ് ഡ്രൈവിൽ വന്നാൽ മതി. പോസ്റ്റ് ഡ്രൈവ് അത് ഏത് ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാർ വേണമെങ്കിലും നമ്മളത് ഞങ്ങളുടെ സ്റ്റോക്കില്ലെങ്കിൽ ഞങ്ങൾ അറേഞ്ച് പോയി ചെയ്തു തരും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ലക്ഷറി ആയിട്ടുള്ള കാർസ് ഒക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഡ്രൈവിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതെ അതെ. പോസ്റ്റ് ഡ്രൈവ് ഗെറ്റ് ടു ദ നെക്സ്റ്റ് ലെവൽ. Okay, but thank you so much. Oh, thank you, sir. Post Drive, gear to the next level.